കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി പിള്ളേര് കുളിക്കുന്നത് അതിൽ പുറത്ത് ഇന്നത്തോടെ കുളിക്കുമ്പോ ഞാൻ അറിയാത്ത മൊബൈൽ ഫോണില് ക്യാമറയിൽ എന്നെ വിട ഞാൻ പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. എല്ലാരും ഉറങ്ങാൻ കേട്ടോ മോളെ. മാഡം, ഈ സാറല്ല, അവനാ ആ തോട്ടം നനയ്ക്കുന്ന പയ്യൻ. ഈ സാറ് വന്ന് പിടിച്ചപ്പോഴാ ഞാൻ പോലും കാര്യം അറിയുന്നത്. പിഴച്ച വഴിക്കൊന്നും പോവില്ലെന്ന് ആന്റണിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ആദ്യം സാറിനെ പരിചയപ്പെടുത്തിയത്. സാറിന്റെ മകൾ ഇവിടുത്തെ രാജകുമാരിയാണെങ്കിൽ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ രാജകുമാരനാ. എന്റെ മോള്. സാറത് കാര്യമാക്കണ്ട. സ്വന്തം നാട്ടുകാരന് തല്ല് കിട്ടിയപ്പോ ഇദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാവും. കുഞ്ഞുനാളിൽ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുള്ളതാണേ. ആ സ്നേഹവും വാത്സല്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. പാവം. അതി അന്നി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. തെറ്റുകാരി എന്റെ മോളാണ്. മോളെ, ഇന്ന് വരെ ഈ തറവാട്ടിൽ ഒരു പെണ്ണും ആണിനെ അടിച്ചിട്ടില്ല. മോള് ആദിയോട് മാപ്പ് പറയാൻ. മാപ്പ് പറയാനുള്ള തെറ്റൊന്നും സാറിന്റെ മകള് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ ആരായാലും തല്ലിപ്പോവും. പിന്നെ മേഡത്തിന് അറിയാതെ പറ്റിപ്പോയൊരബദ്ധം. ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അബദ്ധം പറ്റിയവരോട് ക്ഷമിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിന്റെ മഹത്വം നമ്മളെ കാണിക്കേണ്ടത്. ഗുഡ് നൈറ്റ്. ഇതുപോലൊരു മകന് ജന്മം നൽകിയ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തവരാണ്. ബ്ലൂടൂത്ത് ഓണായി. ഈശ്വര, സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി. അതെന്റെ ഫോണിലേക്ക് അയച്ചാ എന്ത് ഒന്നും അറിഞ്ഞൂടാത്തോല. ആ കുളിസി അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരു അടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. നീ പോ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ? ഒന്ന് പോടാ. ഞാനൊരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസയും നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീലപ്പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്ററാണ്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരം അറിയും. വിവരം മനുഷ്യനോട് ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാണ്. എന്ത് തരൂല്ലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതി അടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുമെന്തോ. നിനക്കറിയോ, വിനാശകാലത്ത് ഏത് നല്ല തറവാട്ടിലും ഇതുപോലുള്ള അസുരവിത്തുക്കൾ വന്ന് ജനിക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാത്തത്. കാണാനൊക്കെ സുന്ദരിയാ, പക്ഷേ മനസ്സ് രാക്ഷസിടാ. ഏട്ടത്തി പറയുന്നത് ശരിയാ. അവള് രാക്ഷസി തന്നെയാ, നിധി കാക്കുന്ന രാക്ഷസി. അവളെ വേണേ നമുക്ക് ഉപേക്ഷിക്കാം, പക്ഷെ ആ നിധിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അതുകൊണ്ട് മാത്രമാ ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നേ. എന്റെ ഭഗവാനെ, ഇതൊന്നും കാണാൻ ഇടവരുത്താതെ നീ നാത്തൂനെ നേരത്തെ വിളിച്ചത് എത്ര നന്നായി. മോളെ മനസ്സിലാവും. അമ്മമാർക്കേ മക്കളുടെ മനസ്സ് തിരിച്ചറിയാൻ പറ്റൂ.
ആർക്കും ആരെയും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പ. കൂടെ പറയണത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഞാൻ പോവാം. എനിക്കെന്തോ കുട്ടിയെ ഓർത്തിട്ട് കിടന്നുറങ്ങാൻ തോന്നിയില്ല. നമ്മുടെ കണ്ണു നിറയുമ്പോ സ്നേഹത്തോടെ കണ്ണീര് തുടച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ കണ്ണു നിറഞ്ഞതിന്റെ കാരണം നമ്മൾ മറന്നുപോകും. പക്ഷെ അങ്ങനെ ഒരാളില്ലെങ്കിൽ എന്താ അന്യ? ലക്ഷ്മിയെ കണ്ടപ്പോ ലീലയെ വേണ്ടാന്ന് വെച്ചോ? നീ തിരിച്ചയക്കാൻ നോക്കിയ ആളല്ലേ? ലക്ഷ്മിയുടെ ചില രീതികൾ കാണുമ്പോ എനിക്ക് എന്റെ ഭാഗ്യലക്ഷ്മിയെ ഓർമ്മ വരുന്നത്. ഇവൾ ലക്ഷ്മിയല്ല അന്നി, മഹാലക്ഷ്മിയാണ്. എന്താപ്പാ മോനെ, എത്രയും പെട്ടെന്ന് നിന്റെ അമ്മേനെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അത് നടക്കില്ല. എങ്ങനെങ്കിലും പറഞ്ഞയച്ചാ പറ്റൂ. അപ്പൻ അവളുടെ അടുത്ത് നിർത്തിയിട്ട് അമ്മ പോകുന്നു തോന്നണ്ട. എങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാം. അതെന്താ? കാപ്പി പിടിച്ചിട്ട് പോയാ മതി. അപ്പന്റെ ലവർ വിളിക്കുന്ന ചെല്ലി. മോനെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഈ അപ്പന്റെയും നിന്റെ അമ്മയുടെയും കല്യാണം നിനക്ക് കാണേണ്ടി വരും. അതാണ് എന്റെ തലവരെയെങ്കിൽ അത് JCB വെച്ച് മാന്തിയാലും മായൂരില്ലോ. അപ്പൻ ടെൻഷൻ അടിക്കാതിരിക്കേ. ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് സംസാരിക്കാൻ പോവാ. ഒന്നില്ലെങ്കിൽ അമ്മയുടെ തെറ്റിദ്ധാരണ മാറണം, അതല്ലെങ്കിൽ നമുക്ക് എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഇവിടെ നിറങ്ങാം. അത് പിന്നെ ഞാൻ കാരണം അപ്പന്റെ അമ്മയുടെ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ആദി, ആരും അറിയാതെ നീ ലക്ഷ്മിയോട് സംസാരിച്ചാ മതി. അറിയട്ടെ, അറിഞ്ഞാലെന്താ? സ്വസ്ഥമായൊരു ജീവിതം ഇല്ലെങ്കിൽ തൊഴിലും കാശും ഉണ്ടായിട്ട് എന്താപ്പാ കാര്യം? മോനെ അപ്പാ, ഈ ചുറ്റുമതിലിനുള്ളിൽ അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ലോകം. എന്നാലും അപ്പം ടെൻഷൻ അടിക്കാതിരിക്കാൻ നോക്കട്ടെ. കാപ്പി തണുത്തു പോകും. ലക്ഷ്മി അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒന്നും ചിന്തിക്കാതെ ആദിയെ പോലെ രാണിന്റെ മുഖത്ത് തല്ലാൻ മാത്രം ധാഷ്ട്യമുള്ള പെണ്ണാ ഞാനെന്ന്? ഇന്നലെ രാത്രി ആദിയോട് സോറി പറയണമെന്ന് പലതവണ വിചാരിച്ചതാ, പക്ഷെ പറഞ്ഞില്ല. പറയാത്തൊരിഷ്ടം മനസ്സിലെവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇഷ്ടപ്പെടുന്ന ഒരാളെ അത്തരമൊരു സാഹചര്യത്തെ കണ്ട ആരും നിയന്ത്രണം വിട്ടു പോവില്ലേ? തീർച്ചയായിട്ടും പോവും. എന്തായി മോനെ, സംസാരിച്ചോ? അപ്പാ, ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ നടക്കും. നീ ടെൻഷൻ അടിപ്പിയാതെ കാര്യം പറ. അപ്പം ധൈര്യമായിട്ട് ടെൻഷൻ അടിച്ചോ. ടെക്നോളജിയുടെ ഒരു പോക്കേ. എന്റെ കാര്യവും പോക്ക. ഈ വിളി പ്രതീക്ഷിച്ച് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്റെ മോളെ. പറയൂ മാഡം. ചൂണ്ടയിൽ കൊത്തുമീനെ അങ്ങോട്ട്. ഈ മീങ്ങൾക്കൊന്നും ഒരു നാണമില്ല. അതങ്ങനെ കുളിസിയും കണ്ട് വളരുന്ന മീങ്ങളല്ലേ? പത്രമൊക്കെ പിന്നെ വായിക്കാം. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. ഒന്ന് വാ. വേറിട്ട് കാഴ്ചയോ? ഇനിയിപ്പോ കുളിസിയിലെങ്ങാനും ആണോ? ഏയ്, അതിപ്പോ അമ്മാവനെ കൊണ്ടുപോയി കാണിക്കൂ. എന്തായാലും ഇവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിയിട്ട് വരാം. ഇങ്ങോട്ട് വന്നേ. പറയാളിയാ. കണ്ടോ? എന്റെ ചന്ദ്രപതിയുടെ പ്രാർത്ഥനയുടെ ഫലമാ. എന്ത് മിന്നു ദോശ ഇടുന്നത്? ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ മുട്ടിറക്കി എന്റെ മുട്ട് മുഴുവൻ നീരാളിയാ. മുട്ടിറക്കാ പിന്നെ മുട്ടിനല്ലാതെ പെടലിക്ക് നീര് വരൂ. പ്രാർത്ഥന ഫലിച്ചു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദോശ. ലക്ഷ്മി വന്നതിന് ശേഷമാണ് മിന്നുമോൾക്ക് ഈ മാറ്റം.
എല്ലാം വേസ്റ്റ് ആയി. ദോശമാവ്. ഹായ്, നല്ല മുശുക്ക് മണം. നീ എന്റെ തേപ്പൊട്ടി കൊണ്ട് കയറ്റം കയറാം. ഒന്ന് വേഗം തയ്ക്കടാ. നിന്റെ മാനേജർ ഇപ്പൊ ഒരുങ്ങി വരും. സ്വന്തം അപ്പനാണ് ഡ്രൈവർ എന്ന് പോലും വിചാരമില്ലാത്ത മരക്കഴുത. ആണ് സഖി ഞാൻ വെറുമൊരു പാമ. നീ ഇവിടെ പൊട്ടനാന്നുള്ള കാര്യം മറക്കണ്ട കേട്ടാ. പൊട്ടന്മാർക്ക് സംസാരിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ, പാടാലോ. പാടാത്ത പൊട്ടനും പാടൂ, പാടാത്ത അയ്യോ പൊട്ടനാണേലും നല്ല താളമുണ്ട്. സാറിന്റെ അല്ല, ആന്റിക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? കൊതുകിന്റെ ശല്യം? അതിനത് കൊച്ചിയല്ലല്ലോ, കൊട്ടാരല്ലേ. വെറുതെ അല്ല, അല്ലീല നിന്റെ വലയിൽ വീണത്. കോമഡി പറയുന്നവരെ ഐശ്വര്യ റോയ്ക്ക് വരെ ഇഷ്ടാവട്ടോ. സത്യമായിട്ട് സാറ് ഞാൻ താനൊന്നും പറയണ്ട. ഇന്ന പ്രായത്തിലെ പ്രേമിക്കാവുള്ളെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഈ പ്രണയം എന്ന് പറയണത് വാർദ്ധക്യം ബാധിക്കാത്ത ഒരു വികാരമാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പൊ അത്തരത്തിലൊരു ഒരു ഒരു ഇതിലാണ്. അതേന്ന് മറ്റാരുമല്ല, ലക്ഷ്മി. ലക്ഷ്മിക്ക് മിന്നുമോളോടുള്ള സ്നേഹം കാണുമ്പോ അവക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. അതെ, തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട, ആന്റണി മാത്രം അറിഞ്ഞാ മതി. ഇവിടെ ഇപ്പോ ഈ കാര്യം എന്നോട് മാത്രല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, എന്നോട് തന്നെ പറയണം. റൈറ്റ്, നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സമയമാകുമ്പോ ആന്റണി തന്നെ ലക്ഷ്മിയോടൊന്ന് സംസാരിക്കണം. ലക്ഷ്മിയോട് ഞാൻ പറയണം. എനിക്ക് നേരിട്ട് പറയാൻ ഒരു ഇതല്ലേ അതുണ്ടാവും. സ്വർഗത്തേക്കാൾ സുന്ദരം എന്റെ കർത്താവേ.